Where did it all start from? ബേസിക്കലി അതിനെപ്പറ്റി പറയുവാണെങ്കിൽ പണ്ട് എല്ലാവർക്കും ഈ RC കാർ തല്ലിപ്പൊട്ടിക്കുന്ന പരിപാടിയുണ്ട്. മിക്കവാറും എൻ്റെ ചെറുപ്പത്തിൽ ഒരുമാതിരി എല്ലാവർക്കും ഉണ്ട്. സോ ബേസിക്കലി അത് തന്നെയാണ് എൻ്റെയും ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് ഞാൻ പറയുന്നത്. ചെറുപ്പത്തിൽ ആ കാർ തല്ലിപ്പൊട്ടിക്കുന്നത് അന്ന് നിർത്തിയില്ല, ബട്ട് അത് ഫോർവേഡ് വന്നു. ഇപ്പോഴും ഞാൻ പൊട്ടിക്കാറ്. അതെ, ഇപ്പോഴും ഞാൻ സാധനങ്ങൾ ഊരി നോക്കാറുണ്ട്. ഫോർ ക്യൂരിയോസിറ്റി. ചിലപ്പോൾ ചീത്തയായ സാധനമായിരിക്കും, ചിലപ്പോൾ ചീത്തയാവാത്തായിരിക്കും. 10ാം ക്ലാസ്സിൻ്റെ വെക്കേഷൻ ടൈം. അപ്പം നമ്മളെല്ലാവരും സൈക്കിൾ ഓട്ടുന്ന, പക്ഷേ ലൈക്ക് വീട്ടിലൊരു ബിറ്റ്വീൻ സൈക്കിൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് യൂട്യൂബിൽ ലൈക്ക് ഇലക്ട്രിക് സൈക്കിൾ കൺവേർഷൻ കിറ്റ്സ് ഇങ്ങനത്തെ കുറേ സാധനം നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പം ഇലക്ട്രിക് സൈക്കിൾ ഫേമസ് ആണെങ്കിൽ അന്നത്ര ഫേമസ് അല്ല. ഫ്ലഡിൻ്റെ സമയത്ത് റൂഫ് ടോപ്പിൻ്റെ മുകളിൽ കൂടെ ഫ്ലൈ ചെയ്യും. ഹ്യൂമനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഹ്യൂമനെ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോണിൽ അലേർട്ട് തരും. അതേപോലെ തന്നെ ആ ഡ്രോണിൻ്റെ അടിയിൽ നമുക്ക് പേലോഡ് ക്യാരി ചെയ്യാൻ പറ്റും. പേലോഡ് വേണമെങ്കിൽ അവർക്ക് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പം ഫ്ലഡിൻ്റെ സമയത്ത് നമുക്ക് റെസ്ക്യൂ മിഷൻസ് റൺ ചെയ്യാം. അവർക്ക് മരുന്നുകൾ എത്തിച്ചു കൊടുക്കാം. ഹാർഡ്വെയർ സ്പെസിഫിക്കലി പറയുമ്പം വൺ എമംഗ് ദ മേജർ ഇഷ്യൂ എന്ന് പറയുന്നത് കോസ്റ്റ് ആണ്. ആൻഡ് എസ്പെഷ്യലി ഡ്രോണും റോബോട്ടിക് ആകുമ്പം പറഞ്ഞപ്പോൾ തന്നെ ഓക്കെ ഇതെല്ലാം കൂടി ഇത്ര ആയി കാണും. ബട്ട് ഹാവ് യു ആസ് എ പേഴ്സൺ ഫേസ് ചെയ്തിട്ടുണ്ട്, അതൊരു ഇഷ്യൂ ആയിട്ട് ഫേസ് ചെയ്തിട്ടുണ്ട്? ആൻഡ് ഹൗ ഡിഡ് യു ആക്ച്വലി ഓവർകം ദ ഫിനാൻഷ്യൽ ഇഷ്യൂ? നമുക്ക് ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി സത്യമായിട്ട് നന്നായിട്ട് വർക്ക് ചെയ്താൽ നമുക്ക് എന്ത് സാധനം നമ്മുടെ ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റും. ഗസ് ഞാൻ ഒരു റോബോട്ടിക് എത്ര രൂപയ്ക്കായിരിക്കും ചെയ്യുന്നത്? എനിക്കറിയില്ല, മേ ബി മിനിമം ഒരു 30K. അതിൻ്റെ ഇലക്ട്രോണിക്സ് മാത്രം ഇറ്റ്സ് ലൈക്ക് ലെസ് ദാൻ 1700. Oh. Hi, welcome you all to another episode of Maker of the Month series. ഈ മാസത്തെ മേക്കർ ഓഫ് ദി മന്ത് ആയിട്ട് സെലക്റ്റഡ് ആയിട്ടുള്ളത് ശ്രീഹരിയാണ്. ഹീസ് ഓൾസോ ദി ലേണിംഗ് കോർഡിനേറ്റർ ഫ്രം ടോക്കിച്ച്. സോ വെൽക്കം ശ്രീഹരി. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ശ്രീഹരിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ. ടെൽ us about you. എൻ്റെ പേര് ശ്രീഹരി നന്ദനൻ. ഞാൻ സെക്കൻഡ് ഇയർ EC സ്റ്റുഡൻ്റ് ആണ് ടോക്കച്ചിലെ. അതേപോലെ തന്നെ ടിങ്കർ ഹബിൻ്റെ ലേണിംഗ് കോർഡിനേറ്റർ ആണ്. എൻ്റെ വീട് തിരുവനന്തപുരത്താണ്. ഓൾസോ വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, അനിയനുണ്ട്. സോ ജനറലി നമ്മൾ മേക്കർ ഓഫ് ദ മന്തിനെ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ അക്രോസ് കോളേജസ്, ക്യാമ്പസ് ചാപ്റ്റർ ഉള്ളതും അല്ലാത്തതും ആയിട്ടുള്ള കോളേജസ് എന്ന് നോക്കുമ്പോൾ സോഫ്റ്റ്വെയർ കൂടുതലായിട്ട് ചെയ്യുന്ന സ്റ്റുഡൻസിനെ ഞങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ സോ ഫാർ എമംഗ് നോമിനേഷൻസ് ആയിട്ടോ അല്ലാതെ ആയിട്ടോ. ശ്രീഹരി ഫോർ ദാറ്റ് റീസൺ ആൻഡ് മെനി അതേഴ്സ് ആക്ച്വലി സ്റ്റാൻഡ് ഔട്ട് ബിക്കോസ് ശ്രീഹരി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് മുഴുവൻ ഇസ് ഇൻ ഹാർഡ്വെയർ. ഓൾദോ ഹി ഡസ് സോഫ്റ്റ്വെയർ ആസ് വെൽ, ബട്ട് മജോറിറ്റി ഓഫ് ഹിസ് വർക്ക് ഇസ് അറൌണ്ട് ഹാർഡ്വെയർ. സോ ഐ ജസ്റ്റ് വോണ്ട് ടു നോ അത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? വെയർ ഡിഡ് ഇറ്റ് ഓൾ സ്റ്റാർട്ട് ഫ്രം? ഓക്കെ, ബേസിക്കലി അതിനെപ്പറ്റി പറയുവാണെങ്കിൽ പണ്ട് എല്ലാവർക്കും ഈ RC കാർ തല്ലിപ്പൊട്ടിക്കുന്ന പരിപാടിയുണ്ട്. മിക്കവാറും എൻ്റെ ചെറുപ്പത്തിൽ ഒരുമാതിരി എല്ലാവർക്കും ഉണ്ട്. സോ ബേസിക്കലി അത് തന്നെയാണ് എൻ്റെയും ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് ഞാൻ പറയുന്നത്. ചെറുപ്പത്തിൽ ആ കാർ തല്ലിപ്പൊട്ടിക്കുന്നത് അന്ന് നിർത്തിയില്ല, ബട്ട് അത് ഫോർവേഡ് വന്നു. ഇപ്പോഴും ഞാൻ പൊട്ടിക്കാറ്. അതെ, ഇപ്പോഴും ഞാൻ സാധനങ്ങൾ ഊരി നോക്കാറുണ്ട്. ഫോർ ക്യൂരിയോസിറ്റി. ചിലപ്പോൾ ചീത്തയായ സാധനമായിരിക്കും, ചിലപ്പോൾ ചീത്തയാവാത്തായിരിക്കും. ഇപ്പോൾ വീട്ടിൽ ചെറിയ ചെറിയ സാധനങ്ങൾ അത്യാവശ്യം ഞാൻ തന്നെ റിപ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെറുതെ ആ ഒരു ഇതാണ് ലൈക്ക് അന്ന് കാർ തല്ലിപ്പൊട്ടിക്കുന്നത് നിർത്തിയില്ല. അന്ന് അതിൽ നിന്ന് മോട്ടർ എടുക്കലായിരുന്നു മെയിൻ പരിപാടി. അതിൽ നിന്ന് ആ മോട്ടർ എടുത്ത് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അത് കണ്ടിന്യൂ ചെയ്ത് വന്ന് അതിൻ്റെ ഒരു ഇവല്യൂഷനാണ് സത്യം പറഞ്ഞാൽ ഇത്. സോ ബേസിക്കലി അതാണ് എൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ്. എന്താ തോന്നുന്നേ അപ്പം കൊച്ചിലെ കാറ് തല്ലി പൊട്ടിക്കുമ്പോൾ യു മൈറ്റ് ഹവ് ഫെൽറ്റ് എന്തോ ഗുഡ്, അതുകൊണ്ടാണല്ലോ വീണ്ടും വീണ്ടും അത് ചെയ്യണേ? നമ്മൾ അതിന് ക്യൂരിയോസിറ്റി എന്ന് പറയും, ബട്ട് ഫ്രം സമൺ ഹു ആക്ച്വലി ഡസ് ഇറ്റ്, എന്താ ആക്ച്വലി ഫീൽ ചെയ്യണം വെൻ യു ഡു ദാറ്റ്? അന്ന് തല്ലി പൊട്ടിക്കുമ്പോൾ ഈ കാറിൻ്റെ അകത്ത് എന്താണെന്ന് അറിയണം. കാരണം ഇത് നമ്മൾ റിമോട്ടിൽ ആക്കുമ്പോൾ അത് അനങ്ങുന്നുണ്ട്. സോ ബേസിക്കലി അതിൻ്റെ അകത്ത് എങ്ങനെയാണ് എന്നറിയാൻ വേണ്ടിയാണ് അത് ശരിക്കും ഊരുന്നത്. പക്ഷെ അന്നത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് കറക്റ്റായിട്ട് എങ്ങനെ ഊരണം, ഡിസ്മാൻഡിൽ ചെയ്യണമെന്ന് അറിയില്ല. അപ്പം ബേസിക്കലി 2 സ്ക്രൂവിലും അടുത്ത് ഊരാൻ പറ്റിയില്ലെങ്കിൽ നേരെ എറിയുന്നു, പൊട്ടിക്കുന്നു, തുറക്കുന്നു, നോക്കുന്നു. അപ്പം ലൈക്ക് അത് അങ്ങനെയൊക്കെ തുറന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വെക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമുക്ക് അതിൻ്റെ മോട്ടർ എടുക്കുക, വേറെ എന്തെങ്കിലും ഒപ്പിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം അന്ന് ഈ യൂട്യൂബ് ഉണ്ട്. അപ്പം സോ അച്ഛൻ്റെ അമ്മയുടെ ഫോണിൽ യൂട്യൂബ് എടുത്തിട്ട് ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെയാണ് ഒരു കുഞ്ഞ് RC കാർ ഉണ്ടാക്കണത്, ഇതേപോലെ എന്തെങ്കിലും നോക്കി ട്രൈ ചെയ്യും. അതാണ് ബേസിക്കലി അതിൻ്റെ അകത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ തല്ലി പൊട്ടിക്കുന്നത്. ഇത് എപ്പോഴാ, ഇത് ഏത് ഏജിലാണ്? ഐ തിങ്ക് ഒരു 8ാം ക്ലാസ് 7 to 8 കഴിഞ്ഞിട്ട് ആക്ച്വലി യു സ്റ്റാർട്ടഡ് ബിൽഡിംഗ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു RC കാർ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് പാരൻസിൻ്റെ ഫോണിൽ നിന്ന് യു ട്രൈഡ് ആൻഡ് ഫിഗർഡ് ഔട്ട്. മേ ബി യു സ്റ്റാർട്ടഡ് ഡൂയിങ് ഇറ്റ് ഓൺ യുവർ ഓൺ. പ്രോസസ്സ് എങ്ങനെയാണ് കുറച്ചും കൂടെ പൈപ്പ് ലൈൻ ആയത്? ഓക്കെ, അത് കഴിഞ്ഞിട്ട് ലൈക്ക് 8ാം ക്ലാസ്സിൻ്റെ വെക്കേഷൻ ടൈം, അപ്പോഴാണ് ഒരു റോബോട്ടിക്സിൻ്റെ ക്ലാസ്സിനെ പറ്റി ഞാൻ അറിയുന്നത്. അപ്പം അച്ഛനും അമ്മയും എന്നാൽ ഓക്കെ കൊണ്ടുപോകാന്നുള്ള രീതിയിൽ റോബോട്ടിക് ക്ലാസ്സിന് ചേർത്തു. അവിടെ ചെന്നപ്പോഴാണ് ഞാൻ M ബ്ലോക്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, അതും ആർഡിനോ യൂണോയും കണ്ടത്. സോ
അന്നാണ് ഞാൻ ഈ ആർഡിനോ യൂണോ എന്ന് പറയുന്ന സാധനം കേൾക്കുന്നത്. ആഫ്റ്റർ വിച്ച് ഞാൻ ഈ ആർഡിനോ യൂണോ എന്താണ് പക്ഷെ അന്ന് ഞങ്ങൾ പഠിച്ച എംബ്ലോക്സ് എന്ന് പറയുന്ന സാധനം, അത് ഇറ്റ്സ് നോട്ട് ലൈക്ക് പ്രോഗ്രാമിങ്, ജസ്റ്റ് ലൈക്ക് സ്ക്രാച്ച് പോലെ. സ്ക്രാച്ചിൻ്റെ അത് തന്നെയുള്ള ഒരു ഫീച്ചറാന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ ബ്ലോക്സ് അറ്റാച്ച് ചെയ്ത് നമുക്ക് കോഡ് ചെയ്യാം. സോ അവിടുന്ന് തുടങ്ങി അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ലൈക്ക് 9 സംതിങ് ലൈക്ക് ദാറ്റ് ആയപ്പോൾ ഞാനൊരു ആർഡിനോ യൂണോ വാങ്ങി ആൻഡ് സം സെൻസേഴ്സ് ഓൾസോ. അപ്പം അത് വെച്ചിട്ട് പിന്നെയാണ് എനിക്ക് മനസ്സിലായി ഇതല്ല കോഡിങ്. ആർഡിനോ ID എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഉണ്ട്, അവിടെയാണ് നമ്മൾ കറക്റ്റായിട്ട് അതിനെ കോഡ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. സോ യൂട്യൂബ് എടുത്തു, IDE എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് നോക്കി, ബ്ലിങ്ക് ചെയ്യുന്ന സ്കെച്ച് എന്താണെന്ന് മനസ്സിലാക്കി. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് അറ്റാച്ച് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു പിൻ ഡിഫൈൻ ചെയ്യേണ്ടത്, ഇങ്ങനത്തെ ബേസിക് കാര്യങ്ങൾ പഠിച്ച് അന്നാണ് സത്യം പറഞ്ഞാൽ ബിൽഡ് ചെയ്യാൻ തുടങ്ങിയത്. സോ ലൈക്ക് ഒരു വർക്ക്ഷോപ്പാണ് സത്യം പറഞ്ഞാൽ ലൈക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ചും കൂടെ എന്നെ പുഷ് ഫോർവേഡ് ചെയ്ത്. ലൈക്ക് ഞാൻ പറയുവാണെങ്കിൽ അന്ന് ആ വർക്ക്ഷോപ്പിൽ പോയത് കൊണ്ട് മാത്രമാണ് കുറച്ചും കൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ആൻഡ് ഗ്രേറ്റ്ലി താങ്ക്സ് ടു അച്ഛൻ ആൻഡ് അമ്മ ഫോർ ആ വർക്ക്ഷോപ്പിന് കൊണ്ടുപോയത്. അച്ഛനും അമ്മയും കറക്റ്റായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇത്രയും ചെയ്യാനും പറ്റുന്നത്. ശ്രീഹരി ആദ്യമായിട്ട് ബിൽഡ് ചെയ്തത് RC കാറായിരുന്നു. അത് കഴിഞ്ഞിട്ട് മേജറായിട്ട് ബിൽഡ് ചെയ്തത് മേ ബി ആഫ്റ്റർ ഈ പറയുന്ന വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തതിന് ശേഷം? അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ പോലെ ആർഡിനോയിൽ ഇങ്ങനെ കുറേ കുഞ്ഞു സാധനങ്ങൾ ചെയ്യാൻ തുടങ്ങി. പക്ഷേ അത് മെയിൻ അത് കഴിഞ്ഞിട്ട് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിൻ്റെ വെക്കേഷൻ ടൈം. അപ്പം നമ്മളെല്ലാവരും സൈക്കിൾ ഓട്ടുന്ന, പക്ഷേ ലൈക്ക് വീട്ടിലൊരു ബിറ്റ്വീൻ സൈക്കിൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് യൂട്യൂബിൽ ലൈക്ക് ഇലക്ട്രിക് സൈക്കിൾ കൺവേർഷൻ കിറ്റ്സ് ഇങ്ങനത്തെ കുറേ സാധനം നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പം ഇലക്ട്രിക് സൈക്കിൾ ഫേമസ് ആണെങ്കിലും അന്ന് അത്ര ഫേമസ് അല്ല, പക്ഷേ ഈ കിറ്റ്സ് സ്റ്റിൽ അവൈലബിൾ ആയിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഞങ്ങൾക്കൊരു ഗോ കാർട്ട് ഉണ്ടാക്കണം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. രസമാണ് ഗോ കാർട്ട് കാണാൻ. ലൈക്ക് നമ്മളൊരു 10ാം ക്ലാസ് പഠിക്കുമ്പോഴൊക്കെ നമുക്കത് ഭയങ്കര ക്രേസാണ്, ലൈക്ക് വണ്ടി ഓടിക്കുന്ന പോലെ ഓടിക്കാം. സോ അത് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് പറ്റത്തില്ലെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു അത് പറ്റത്തില്ല, അത് ചെയ്യാൻ പറ്റുമെന്ന് ഡൗട്ടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചെന്നാൽ ഇത് ഇലക്ട്രിക് സൈക്കിൾ ആക്കട്ടെ, അതൊക്കെ നോക്കിക്കോ എന്ന് പറഞ്ഞു. ആൻഡ് അതിനുള്ള സാധനങ്ങൾ എവിടെ കിട്ടും, എങ്ങനെ കിട്ടും എല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്തു. ആൻഡ് അച്ഛനോട് പറഞ്ഞു. അപ്പം ഡൽഹിയിലാണ് സാധനം ഉള്ളത്. അപ്പം അച്ഛൻ്റെ ഫ്രണ്ട് ഒരാൾ ഡൽഹിയിലുണ്ട്. അച്ഛൻ പറഞ്ഞ് മേടിപ്പിച്ച സാധനം കൊണ്ടുവന്നു. ആൻഡ് ആക്ച്വലി വി ഡിഡ് ദാറ്റ്. ആൻഡ് അതായിരുന്നു ലൈക്ക് മേജർ സ്റ്റാർട്ടിങ് എന്ന് പറയുന്ന പ്രൊജക്ട്സിലേക്കുള്ളൊരു മേജർ ഗോൾ. ഒരു ഇലക്ട്രിക് സൈക്കിൾ ഉണ്ടാക്കി ആൻഡ് ഇറ്റ് വാസ് അമേസിങ്. നമ്മൾ കീ ഇട്ട് സ്റ്റാർട്ട് ചെയ്യുക, ആക്സിലേറ്റർ കൊടുത്ത് പോകുക, ഒരു 25 km/h സ്പീഡ് ഉണ്ട്. ആൻഡ് ഇറ്റ് വാസ് കൈൻഡ് ഓഫ് കൂൾ. അതായിരുന്നു മേജർ ഒരു സംഭവം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഡ്രോണിലേക്ക് വന്നത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് +1 വെക്കേഷൻ സമയത്താണെന്ന് തോന്നുന്നു. ആ സമയത്ത് ഒരു ഡ്രോൺ ഉണ്ടാക്കിയാലോ എന്നുള്ള ഐഡിയ വന്നു. അതും അച്ഛനോട് ഇതേപോലെ പോയി പറഞ്ഞു. പക്ഷെ അതിന് ഇത്തിരി ചിലവ് കൂടുതലായിരുന്നു. ഏകദേശം ഒരു 50,000 എക്സ്പെൻസ് ഉണ്ടായിരുന്നു. റിമോട്ട് മേടിക്കണം, ഡ്രോണിൻ്റെ സാധനങ്ങൾ മേടിക്കണം, കൈൻഡ് ഓഫ് കുറേ. അപ്പോൾ അച്ഛൻ പറഞ്ഞു നീ ഉറപ്പാണെങ്കിൽ എല്ലാം ലിസ്റ്റ് ചെയ്തിട്ട് വാ, കറക്റ്റായിട്ട് ലിസ്റ്റ് ചെയ്ത് കറക്റ്റ് ഒരു പ്ലാൻ പറയുവാണെങ്കിൽ ഞാൻ സാധനം മേടിച്ചു തരാമെന്ന് പറഞ്ഞു. സോ അത് ലിസ്റ്റ് ചെയ്തു, മേടിച്ചു. ആൻഡ് ഏറ്റവും കോമഡി സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന അവിടെ ഇവിടെയൊക്കെ കുറേ പ്രശ്നം ഉണ്ടായിരുന്നു. സോഫ്റ്റ്വെയർ അറിയില്ല, ഇതറിയില്ല. അപ്പം കുറേ യൂട്യൂബ് വീഡിയോ കണ്ട് കുറച്ച് സമയമെടുത്ത് സംഭവം ഡെവലപ്പ് ചെയ്തു. ഈ ഡെവലപ്പ് ചെയ്യുന്നതും ഓർഡർ ചെയ്യുന്ന സമയത്തും ഞാൻ ഫ്ലൈ ചെയ്യാൻ എങ്ങനെയാണെന്ന് പഠിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആദ്യം പോയി ഇത് ഓണാക്കി, എല്ലാം ഓണായി. ഫ്ലൈ ചെയ്യാൻ വേണ്ടി ആം ചെയ്ത് പൊക്കിയതും നേരെ പോയി ഒരു തെങ്ങിൻ്റെ മേളിലാണ് ഇരുന്നത്. എന്നിട്ട് അവിടുന്ന് താഴെ എടുത്തപ്പോൾ 4 പ്രൊപ്പല്ലർ തന്നെ ഒടിഞ്ഞു പോയി. അടുത്ത 4 പ്രൊപ്പല്ലർ മേടിച്ചു വെച്ചു. 2 ദിവസം കൂടെ പ്രാക്ടീസ് ചെയ്തിട്ട് ഒന്നും കൂടെ പോയി ഫ്ലൈ ചെയ്തു. ഓക്കെ, ശരിയായി. സോ അതിൽ നിന്നൊരു കാര്യം എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് നമ്മൾ ട്രയൽ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ലൈക്ക് ട്രയൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സക്സസ്സിലേക്ക് എത്താൻ പറ്റും. സോ ഇതൊക്കെയായിരുന്നു എൻ്റെ സ്റ്റാർട്ടിങ്. ഇത് സ്കൂൾ ടൈമിൽ നടക്കുന്ന കാര്യങ്ങളാണ്. സോ ഇലക്ട്രിക് സൈക്കിൾ വരെയുള്ള ജേർണി എനിക്ക് ആക്ച്വലി മനസ്സിലായി എന്തുകൊണ്ട് അത് സൈക്കിൾ വരെ എത്തി എന്നുള്ളത്. ബട്ട് ഡ്രോണിലോട്ടുള്ള ഷിഫ്റ്റ് ആക്ച്വലി എങ്ങനെയാണ് വന്നത്? നമ്മളെല്ലാവരും ലൈക്ക് സ്കൂൾ ടൈമാണ്, അപ്പം അങ്ങനെ വേണം ആലോചിക്കാൻ. ഒരു 10ാം ക്ലാസ് 9ാം ക്ലാസ്സിൽ പിള്ളേർക്കൊക്കെ ആ സമയത്തെന്ന് പറഞ്ഞാൽ കല്യാണത്തിന് മുമ്പ് ഡ്രോൺ കാണാം. അന്ന് എല്ലാവർക്കും ഭയങ്കര, ഇത്രയും ഫേമസ് അല്ലല്ലോ ഡ്രോൺ, ആകെ കുറച്ചേ ഉള്ളൂ. അത് നമ്മൾ ഈ കല്യാണത്തിന് പോകുമ്പോഴാണ് കാണുന്നത്. അപ്പം ഇപ്പോഴും ചെന്ന് നോക്കിയാൽ കാണാൻ പറ്റി കല്യാണത്തിന് പിള്ളേർ ഡ്രോണിൻ്റെ പുറകെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കണ്ടാവും. സോ അത് തന്നെയാണ് എൻ്റെ സ്റ്റാർട്ടിങ്. എനിക്ക് ഡ്രോൺ ഭയങ്കര ഇഷ്ടമായിരുന്നു. പറക്കുന്ന സാധനം, ഓ കൂൾ, ഇതാണ് എൻ്റെ മൈൻഡിൽ അന്നും ഉള്ളത്. അപ്പം ആ സമയത്ത് അച്ഛനെ ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് ഓരോന്ന് മേടിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഹോബി. അപ്പം അന്ന് അച്ഛനെ കൊണ്ട് പറഞ്ഞ് ഒരു ഡ്രോൺ മേടിപ്പിച്ചു. പക്ഷേ
അതൊരു ടോയ് ഡ്രോൺ ആയിരുന്നു, അത് ക്രാഷ് ആയി പോയി. അപ്പം അതിന്റെ സങ്കടം എൻ്റെ മൈൻഡിൽ കിടക്കുന്നുണ്ട്. അപ്പം എനിക്ക് ഡ്രോൺ പറത്തണം എന്നുള്ളതും എൻ്റെ മൈൻഡിൽ കിടക്കുന്നുണ്ട്. ഇതാണ് ഡ്രോണിലേക്കുള്ള ഒരു ടേണിംഗ് പാർട്ട്. 11th 12th എസ്പെഷ്യലി ഇപ്പം ഹാർഡ്വെയർ ആണ് സോഫാർ പറഞ്ഞു വന്നത്. 10th കഴിഞ്ഞാൽ 11th 12th നമുക്ക് ചൂസ് ചെയ്യണമല്ലോ. സോ കമ്പ്യൂട്ടർ സയൻസ് എടുക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി സോഫ്റ്റ്വെയർ എന്ന ഒരു സാധനം തന്നെ ഓപ്പൺ ആയിട്ട് വരും. ദർ ആർ മെനി അതർ തിങ്സ്. ഫിസിക്സ് എന്തായാലും ഇലക്ട്രോണിക്സ് അതിൽ ഇൻക്ലൂഡഡ് ആണ്. ബട്ട് വാട്ട് ഡിഡ് യു ഓപ്റ്റ് ഫോർ ഇൻ 11th and 12th? ആൻഡ് ഇൻ അഡീഷൻ ടു സ്കൂളിൽ പഠിക്കുന്ന സിലബസ് അല്ലാതെ ഡിഡ് യു റെഫർ സെൽഫ് ലേണിംഗ് ഒത്തിരി ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇസ് വെരി എവിഡൻറ്റ് ഫ്രം യുവർ ജേർണി. ബട്ട് അതല്ലാതെ ഇനി സ്പെസിഫിക് കോഴ്സ് ആയിട്ട് യു ടുക്ക് ഓർ ഏതെങ്കിലും വീഡിയോസ് സ്പെസിഫിക്കലി ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നോ? ഓർ 11th and 12th പഠിച്ച കാര്യങ്ങൾ വെച്ച് തന്നെ വെരി ഏബിൾ ടു ബിൽഡ്? 11th and 12th ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആണ് ഓപ്റ്റ് ചെയ്തത്. ആൻഡ് സത്യം പറയുകയാണെങ്കിൽ എൻ്റെ സ്കൂൾ ലൈഫ് ഭയങ്കര രസമായിരുന്നു. സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ആൻഡ് ഇറ്റ് വാസ് നൈസ്. ടീച്ചേഴ്സ് എല്ലാവരും ഭയങ്കര ഫണ്ണായിരുന്നു. ലൈക്ക് ഫൺ എന്ന് പറഞ്ഞാൽ നമ്മളെ അത്രയും കെയർ ചെയ്യും എല്ലാവരെയും. എന്നെ മാത്രമൊന്നുമല്ല, എല്ലാവരെയും അത്രയും നല്ല കെയർ ചെയ്യുന്ന ടീച്ചേഴ്സായിരുന്നു. ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ കോഴ്സൊന്നും എടുത്തില്ല. ഞങ്ങളുടെ കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്ന മിസ്സും ഞാനും ഭയങ്കര ക്ലോസ് ആയിരുന്നു. സ്റ്റിൽ അതൊക്കെ ഭയങ്കര രസമാണ്. സോ ഞാൻ വേറെ കോഴ്സൊന്നും റെഫർ ചെയ്തില്ല. മൈ കോഴ്സ് വാസ് യൂട്യൂബ് ആയിരുന്നു കോഴ്സ്. സോ ഞാൻ അങ്ങനെ പ്രത്യേകിച്ചായിട്ടൊന്നും പഠിക്കാൻ പോകാറില്ല. പക്ഷെ എനിക്ക് എന്തെങ്കിലും ഒരു സാധനം ബിൽഡ് ചെയ്യണം എന്നുള്ളപ്പോൾ ആ ബിൽഡ് ചെയ്യാനുള്ള സാധനം പഠിക്കുക, അങ്ങനെയാണ് കൂടുതൽ ചെയ്യാറ് ആ സമയത്ത്. ഈ സമയത്ത് അങ്ങനെയല്ല, പഠിക്കണം എന്ന് വിചാരിച്ച് പഠിക്കുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് എന്തെങ്കിലും പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ആ സാധനം മാത്രം പഠിച്ചെടുക്കുമായിരുന്നു. സോ ഞാൻ വേറെ കോഴ്സൊന്നും പഠിച്ചില്ല. അന്ന് ബേസിക്കലി ഹാർഡ്വെയറിൽ ഈ കോഡിങ്, ആർഡിനോ കോഡിങ് മാത്രമായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. ഒരു പ്രൊജക്റ്റിൽ നിന്ന് അടുത്ത പ്രൊജക്റ്റിലേക്ക് നമ്മളിത് സംസാരിച്ച് തിരിച്ചതായിരുന്നു പകുതി വിട്ടിട്ട് അടുത്തതിലോട്ട് പോകുന്നത്. പക്ഷേ ഐ തിങ്ക് ഒത്തിരി ഐഡിയാസ് ആക്ച്വലി വരും. ഇത് ചെയ്ത് നോക്കാം, അത് ചെയ്ത് നോക്കാം. ബട്ട് അടുത്ത ഇന്ന പ്രൊജക്റ്റ് ചെയ്യണം എന്നത് എവിടെ നിന്നാണ് ആക്ച്വലി ഐഡിയാസ് വരുന്നത്? ഞാൻ 2 രീതിയിലുള്ള പ്രൊജക്റ്റ് ചെയ്യാറുണ്ട്. ഒന്ന് ചിലത് യൂസ്ഫുൾ ആയിരിക്കും, ഒന്ന് ചിലത് എനിക്ക് മാത്രം യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ വേറൊരു കാറ്റഗറിയും കൂടെ പറയുവാണെങ്കിൽ ചിലപ്പോൾ ആർക്കും യൂസ്ഫുൾ ഉണ്ടാവില്ല, കാണാൻ മാത്രം ഭംഗിയുണ്ടാവും. സോ ബേസിക്കലി എൻ്റെ മൈൻഡിൽ വരുന്ന സാധനം ഞാൻ ചെയ്യുന്നത്. ലൈക്ക് നമ്മുടെ മൈൻഡിൽ വരുന്ന ഐഡിയ ടു റിയൽ ലൈഫ് എന്ന് പറയുന്ന ആ ഒരു സംഭവം ഈസ് അമേസിങ്. ലൈക്ക് നമ്മൾ മൈൻഡിൽ വിചാരിക്കുന്നു ആൻഡ് ആഫ്റ്റർ സം ടൈം നമ്മളത് ചെയ്ത് കാണുമ്പോൾ ഉള്ള നമ്മുടെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, അതാണ് ബേസിക്കലി സംഭവം. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഒരു റോബോട്ടിക് ആം എനിക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. റോബോട്ടിക് ആം കാണാൻ ഭയങ്കര കൂളാണ്. സോ അതുകൊണ്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. വലുതല്ല, ചെറുത് എൻ്റെ ഡെസ്ക്ടോപ്പിൽ വെക്കാൻ പറ്റണം, ടേബിളിൽ വെക്കാൻ പറ്റണം, ഒരു ഒബ്ജക്റ്റ് ഇവിടുന്ന് എടുത്ത് അങ്ങോട്ടേക്ക് വെക്കാൻ പറ്റണം. അത്രേ ഉള്ളൂ എൻ്റെ ഒബ്ജക്റ്റീവ്. സോ ബേസിക്കലി ഇപ്പം ഞാൻ അതിനകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണേ. രസമല്ലേ, കൈൻഡ് ഓഫ് കൂൾ. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്ന പ്രൊജക്ട്സ് ഉണ്ട്. പിന്നെ ചിലത് യൂസ്ഫുൾ പ്രൊജക്ട്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഡ്രോൺ സാധാരണ നമ്മൾ പറത്തുന്ന പോലെ യൂസ് ചെയ്യുന്ന ഡ്രോണിന് പല യൂസ് ഉണ്ട്. അപ്പം അങ്ങനത്തെയും ഡ്രോൺ വെച്ചിട്ട് യൂസ്ഫുൾ ആയിട്ട് ഇപ്പം ഡെലിവറി ഡ്രോപ്പിംഗ് മെഷീൻസ്, അതേപോലെ തന്നെ ഞങ്ങൾ ഗോൾഡൻ ഐ എന്ന് പറഞ്ഞൊരു പ്രൊജക്ട് ചെയ്തായിരുന്നു. അതായത് ഫ്ലഡിന്റെ സമയത്ത് റൂഫ് ടോപ്പിന്റെ മേളിൽ കൂടെ ഫ്ലൈ ചെയ്യും, ഹ്യൂമനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഹ്യൂമനെ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോണിൽ അലേർട്ട് തരും. അതേപോലെ തന്നെ ആ ഡ്രോണിന്റെ അടിയിൽ നമുക്ക് പേലോഡ് ക്യാരി ചെയ്യാൻ പറ്റും. പേലോഡ് വേണമെങ്കിൽ അവർക്ക് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പം ഫ്ലഡിന്റെ സമയത്ത് നമുക്ക് റെസ്ക്യൂ മെഷീൻസ് റൺ ചെയ്യാം, അവർക്ക് മരുന്നുകൾ എത്തിച്ചു കൊടുക്കാം. അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ ഒന്ന് ഹാർഡ്വെയർ സ്പെസിഫിക്കലി പറയുമ്പം വൺ എമംഗ് ദ മേജർ ഇഷ്യൂ എന്ന് പറയുന്നത് കോസ്റ്റാണ്, കോമ്പണന്റ് കോസ്റ്റാണ്. ആൻഡ് എസ്പെഷ്യലി ഡ്രോണും റോബോട്ടിക് ആമും പറഞ്ഞപ്പോൾ തന്നെ ഓബിയസ്ലി ഓക്കെ ഇതെല്ലാം കൂടി ഇത്ര ആയി കാണും. ബട്ട് ഹാവ് യു ആസ് എ പേഴ്സൺ ഫേസ് ചെയ്തിട്ടുണ്ട്, അതൊരു ഇഷ്യൂ ആയിട്ട് ഫേസ് ചെയ്തിട്ടുണ്ട്? ആൻഡ് ഹൗ ഡിഡ് യു ആക്ച്വലി ഓവർകം ദ ഫിനാൻഷ്യൽ ഇഷ്യൂ? സത്യം പറഞ്ഞാൽ ലൈക്ക് ഇഫ് വി ഡു ലൈക്ക് നമുക്ക് ബിൽഡ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി സത്യമായിട്ട് നന്നായിട്ട് വർക്ക് ചെയ്താൽ നമുക്ക് എന്ത് സാധനം നമ്മുടെ ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റും. ഗസ് ഞാൻ ഒരു റോബോട്ടിക് എത്ര രൂപയ്ക്കായിരിക്കും ചെയ്യുന്നത്? എനിക്കറിയില്ല, മേ ബി മിനിമം ഒരു 30K ആവില്ലേ? ഓക്കെ, ചെറിയ റോബോട്ടിക് ഇത്രേ ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, അതിൻ്റെ ഇലക്ട്രോണിക്സ് മാത്രം ഇറ്റ്സ് ലൈക്ക് ലെസ് ദാൻ 1700. ഓ, ഫെയർലി ലെസ് ദാൻ 1700. അത് ഇത്തിരി കഷ്ടപ്പെട്ട് നോക്കി മേടിച്ചാൽ മതി. ഓക്കെ, ടൈം സ്പെൻഡ് ചെയ്യുക എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് സാധനവും നമ്മുടെ ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇത് കൂടാണ്ട് ഞങ്ങൾക്ക് വന്ന കോഴ്സ് എന്ന് പറഞ്ഞാൽ 3D പ്രിന്റിംഗ് ആണ്. അത് എൻ്റെ കയ്യിൽ ഞാൻ ഒരു 3D പ്രിന്റർ മേടിച്ചിട്ടുണ്ട്. അപ്പം ലൈക്ക് ഞങ്ങൾക്ക് അത്ര കോസ്റ്റ് ഒന്നുമില്ല. എന്തായാലും ഒരു ലെസ് ദാൻ 1 kg ഫിലമെന്റേ ഉള്ളൂ. അതും ഓൾസോ ലെസ് ദാൻ 1000 റുപ്പീസാണ്. എങ്ങനെ കൂട്ടിയാലും ഒരു 2000 3D പ്രിന്റ് വരും. ലെസ് ദാൻ 5000 നമ്മളൊരു കുഞ്ഞ് റോബോട്ടിക് ബിൽഡ് ചെയ്തില്ല. സോ ബേസിക്കലി കോസ്റ്റ് മേടിക്കാൻ കോസ്റ്റ് ആണ് എന്ന് വിചാരിച്ചിരിക്കുന്നതാണ് മണ്ടത്തരം. അത് അവര് പക്ക റിസർച്ച് ചെയ്യാത്തതുകൊണ്ടാണ്. സത്യം പറഞ്ഞാൽ സ്റ്റാർട്ടിങ് എഫേർട്ട് ഇടാൻ ബുദ്ധിമുട്ടായിട്ടുള്ളവരാണ് കോസ്റ്റ് ആണെന്ന് വിചാരിച്ചിരിക്കുന്നത്. നമ്മൾ വൺസ് ട്രൈ ചെയ്യാൻ നമുക്ക് അധികം ചിലവൊന്നുമില്ല. ഇപ്പം ഞാൻ പറയുവാണെങ്കിൽ ഒരു ബേസിക് ആയിട്ട് ഒരാൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ESP32 മേടിക്കുക എന്നുള്ള.
ആർഡിനോ യൂണോ മേടിക്കണം എന്ന് ഞാൻ പറയില്ല, ബിക്കോസ് അത് ഇപ്പോൾ ഔട്ട്ഡേറ്റഡ് ആയി. ലൈക്ക് ഇപ്പോൾ ESP32 എടുക്കുവാണെങ്കിൽ അത്യാവശ്യം GPIO പിൻസ് ഉണ്ട്, വൈഫൈ ഉണ്ട്, ബ്ലൂടൂത്ത് ഉണ്ട്. സോ ഞാൻ പറയുവാണെങ്കിൽ എല്ലാവരും, അതായത് ഹാർഡ്വെയർ പഠിക്കണമെന്ന് ആഗ്രഹമുള്ള എല്ലാവരും ഒരു ESP32 മേടിക്കുക, ഒരു ബ്രെഡ് ബോർഡ് മേടിക്കുക, ആൻഡ് കുറച്ച് അവർക്ക് ആഗ്രഹമുള്ള സെൻസേഴ്സ് ചെയ്യുക. എന്നിട്ട് യൂസ്ഫുൾ പ്രൊജക്ട്സ് ചെയ്യരുത്. അവർക്ക് ഇഷ്ടമുള്ള കുഞ്ഞ് പ്രൊജക്റ്റ് അവർക്ക് മാത്രം യൂസ്ഫുൾ ഉണ്ടായാൽ മതി, വേറെ ആർക്കും യൂസ് വേണ്ട. ലൈക്ക് ഇപ്പം എൻ്റെ ഫ്രണ്ട് ഒരാൾ വർക്ക് ചെയ്യുന്നത് ഒരു കുഞ്ഞ് ഡെസ്ക്ടോപ്പിൽ വെക്കുന്ന റോബോട്ടാണ്. അത് അവന് വേണ്ടി മാത്രം മതി, നിങ്ങൾക്ക് യൂസ്ഫുൾ ഉണ്ടായാൽ മതി. സോ അത് ഒരു ബെസ്റ്റ് സ്റ്റാർട്ടിങ് പോയിന്റാണ്. നമുക്ക് മാത്രം യൂസ് ഉള്ള കാരണം നമ്മൾ എന്തായാലും ഉറപ്പായിട്ടും വർക്ക് ചെയ്യും. സോ അതിൻ്റെ അകത്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ ഒരു ബിഗിനർ ഹൂ ഇസ്, എനിക്ക് തോന്നും അറ്റ്ലീസ്റ്റ് യൂസ്ലെസ് പ്രൊജക്റ്റും ടിങ്കറാക്കും ആർ ടു എമംഗ് ദ പ്രൊജക്ട്സ്. ലേണിംഗ് കോർഡിനേറ്റർ ആയതുകൊണ്ട് ശ്രീഹരിക്ക് ഓൾസോ അറിയാം, ഹാർഡ്വെയർ ചെയ്യുന്നത് ഇസ് ലൈക്ക് എൻറ്റയർ തൗസൻഡ്സ് ഓഫ് പാർട്ടിസിപ്പൻസിൽ ഒരു 3 തൊട്ട് 5% സ്റ്റുഡൻസ് മാത്രമാണ് ഹാർഡ്വെയർ ചെയ്യുന്നത്, ബിക്കോസ് ഓഫ് റീസൺസ് ദാറ്റ് റിസോഴ്സ് അവൈലബിൾ അല്ല എക്സെട്ര. ഫോർ സമ്മൺ ആള് റെഡി ടു എക്സ്പ്ലോർ ആണ്, സോഫ്റ്റ്വെയർ ആയാലും ഹാർഡ്വെയർ ആയാലും ഇറ്റ്സ് ഫൈൻ. ഫോർ സമ്മൺ ഹു ഇസ് റെഡി ടു എക്സ്പ്ലോർ, ഇഫ് അവർക്ക് ഹാർഡ്വെയറിലോട്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരു പ്രൊജക്റ്റ് ആസ് സച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അറ്റ് എ വെരി ലിമിറ്റഡ് കോസ്റ്റ്, ബട്ട് അത് പഠിച്ചു കഴിഞ്ഞാൽ ദേ വിൽ ഹാവ് എ ക്യൂരിയോസിറ്റി ടു ഡെവലപ്പ് ഫർദർ? പോസിബിൾ ആണ്. അതായത് ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അധികം എമൗണ്ട് സ്പെൻഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് ആ ഒരു പ്രശ്നം വരുന്നത്. ഐ ഗെസ് ഒരു ESP32 ഈസ് ലെസ് ദാൻ 400 rupees, 320, 380 ആ റേഞ്ചേ ഉള്ളൂ. അത് ഒരെണ്ണം മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പ്രൊജക്ട്സ് ആക്ച്വലി എൻലെസ് എന്ന് വേണമെങ്കിൽ പറയാം. അതിന് എത്ര പ്രാവശ്യം വേണമെങ്കിലും പ്രോഗ്രാം ചെയ്യാം. അപ്പോൾ ഒരു ബോർഡ് ഉണ്ട് ആൻഡ് ബേസിക് സെൻസേഴ്സ് മതി. ഒരു 300-400 സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം സെൻസേഴ്സ് കിട്ടും. പിന്നെ 2-3 ബട്ടൺസും സ്വിച്ചസും ഇതെല്ലാം. ഒരു ടച്ച് സെൻസറൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ടച്ച് സെൻസറിന് 10 രൂപയുള്ളൂ ഓൺലൈൻ മേടിക്കുവാണെങ്കിൽ. സോ ഇതൊക്കെ നമ്മൾ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എൻലെസ് ആയിട്ട് പ്രൊജക്റ്റ് ചെയ്യാം. സോ ബേസിക്കലി ഞാൻ പറയുവാണെങ്കിൽ നിങ്ങളൊരു 1000 rupees സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ യു ക്യാൻ സ്റ്റാർട്ട് ഡൂയിങ് റൈറ്റ് ടുഡേ ഇറ്റ് സെൽഫ്. അതിൻ്റെ ആ ഇനീഷ്യേറ്റീവ് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എന്നോട് പറയുവാണെങ്കിൽ ഐ എം റെഡി ടു ക്യൂറേറ്റ് എനി പ്രോഗ്രാം. ഹാർഡ്വെയർ റണ്ണ് ചെയ്യണം, ഹാർഡ്വെയർ ആർക്കെങ്കിലും പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ ഐ എം റെഡി ടു ഹെൽപ്പ് അറ്റ് മൈ മാക്സിമം. എന്നെ കൊണ്ട് അറിയാവുന്ന രീതിയിൽ ഫുൾ ഞാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ യെസ്, കാണുന്നവർക്ക് ആർക്കെങ്കിലും ഹാർഡ്വെയർ താല്പര്യമുണ്ടെങ്കിൽ ശ്രീഹരിയെ കോൺടാക്ട് ചെയ്യുക. ശ്രീഹരിയുടെ മറ്റേ പ്രൊഫൈൽ ഉണ്ടാക്കിയ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ടാവും. അതിൽ കോൺടാക്ട് പേജ് ഫിൽ ചെയ്താൽ ശ്രീഹരി തിരിച്ച് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ എന്നെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാലും മതി. അത്രയും സിമ്പിളാണ്, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാലും മതി. ശ്രീഹരി ഏറ്റവും പ്രൗഡായിട്ടുള്ള ശ്രീഹരിയുടെ പ്രൊജക്റ്റ് എന്താ? GoldenEye ഞാൻ നേരത്തെ പറഞ്ഞത് അത്യാവശ്യം നല്ല പ്രൗഡാണ്. അത് ആക്ച്വലി കൂളല്ലേ. ലൈക്ക് അത് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട്, പക്ഷെ എന്നാലും ഒരു രീതിയിൽ ആലോചിക്കുമ്പോൾ എനിക്ക് എപ്പോഴും രസമാണ്. ലൈക്ക് ഫ്ലഡിൻ്റെ സമയത്ത് അതിൻ്റെ അകത്ത് ഉള്ള കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയുടെ സമയത്ത് ഇങ്ങനെ ഡ്രോൺ പറപ്പിക്കുന്നുള്ളൊരു കോമഡിയാണ്. ദാറ്റ്സ് സ്റ്റിൽ എ മിസ്റ്ററി. പക്ഷേ ഡൂവബിൾ ആണ്. ലൈക്ക് വാട്ടർ പ്രൂഫ് ചെയ്യാം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ ഒരു പ്രോട്ടോടൈപ്പ് ചെയ്യുമ്പോൾ അത്രയും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് അത് ചെയ്തില്ല. ബേസിക്കലി ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലഡിൻ്റെ സമയത്ത് ലൈക്ക് ഇങ്ങനെയാണ് ആലോചിക്കുന്നത്. ഫ്ലഡ് സമയത്ത് മഴ നിന്നാലും വെള്ളം ഉണ്ടാവും. അപ്പം ആൾക്കാർക്ക് ടെറസിൻ്റെ മുകളിൽ കയറി നിൽക്കുക എന്നുള്ളത് ഒരു ഓപ്ഷനുള്ളൂ. ഈ ഡ്രോൺ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഫ്ലൈ ചെയ്ത് ഹ്യൂമനെ ഡിറ്റക്ട് ചെയ്യുന്ന കോർഡിനേറ്റ്സ് നമുക്ക് ലാപ്പിലേക്ക് അയച്ചു തരും. ഹ്യൂമൻ ഡിറ്റക്ഷൻ എന്തിന്റെ ബേസിസിലാണ് നടക്കുക? ഓക്കെ, അതും ഒരു നല്ല സംഭവമാണ്. അതായത് ഹ്യൂമനെ ഡിറ്റക്ട് ചെയ്യാൻ നമ്മൾ സാധാരണ എല്ലാവരും റാസ്ബെറി പൈ ഇതൊക്കെ ഉപയോഗിക്കും. നമ്മുടെ പ്രൊജക്റ്റിൻ്റെ എല്ലാം ബേസിക് സാധനം എന്താണെന്ന് വെച്ചാൽ പൈസ മുടക്കാൻ പറ്റത്തില്ല. അതാണ് ഞങ്ങളുടെ പ്രൊജക്ട്സിൻ്റെ എല്ലാം ഇത്. അപ്പം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ESP32 ക്യാം മോഡ്യൂളാണ്. 500 രൂപയുള്ളൂ. റാസ്ബെറി പൈ മേടിച്ച് വെക്കുകയാണെങ്കിൽ 5000 രൂപ വരും. സോ ഹ്യൂമൻ അനാറ്റമിയാണ് ഡിറ്റക്ട് ചെയ്യാൻ? അല്ല, ഇറ്റ്സ് ലൈക്ക് വിഷ്വൽ മോഡലാണ് റൺ ചെയ്യുന്നത്. ഹ്യൂമൻ ഡിറ്റക്ഷൻ AI മോഡലിൽ റൺ ചെയ്യുക. അതിൻ്റെ അകത്ത് ഈ ചെറിയ ഹാർഡ്വെയറിൽ ഞങ്ങൾ AI ഡിറ്റക്ഷൻ റൺ ചെയ്തു. അത് നോട്ട് കോംപ്ലിക്കേറ്റഡ് ചെയ്യാൻ പറ്റും. അതും ഡൂവബിൾ കാര്യമാണ്. എല്ലാം ഓൺലൈൻ ഓപ്പൺ സോഴ്സ് കിടക്കുന്നുണ്ട്. ഞങ്ങൾ അതിൻ്റെ കൂടെ ഒരു GPS കൂടെ ആഡ് ചെയ്തു. അപ്പോൾ ഹ്യൂമനെ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ GPS കോർഡിനേറ്റ് ഞങ്ങളുടെ ഗ്രൗണ്ട് സ്റ്റേഷനിലേക്ക് സെൻഡ് ചെയ്യും. അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേഷനിലെ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ മാപ്പിൽ പ്ലോട്ട് ചെയ്യുവാണ് ഇവരുടെ പോയിന്റ്സ് എല്ലാം. സോ മാപ്പിൽ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ഗുണമുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ റെസ്ക്യൂ മിഷൻ ഗൈഡഡ് ആയിട്ട് പ്ലാൻ ചെയ്യാം. നമ്മുടെ ഒരു റെസ്ക്യൂവിൻ്റെ പ്രശ്നം അതാണ്, നമ്മൾ അത് കറക്റ്റായിട്ട് ഗൈഡഡ് ആയിട്ട് പ്ലാൻ ചെയ്യുന്നില്ല. സോ ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് റെസ്ക്യൂ കുറച്ചും കൂടെ ഗൈഡഡ് ആയിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മളൊരു പേലോഡ് മൊഡ്യൂളും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ ആ പേലോഡിൽ നമ്മൾ എന്ത് നിറച്ച് വെക്കുന്നോ അത് ആവശ്യമുള്ളവർക്ക് നമുക്ക് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാനും പറ്റും. സോ ഡ്രോൺ ഫ്ലൈ ചെയ്യാൻ നേരത്ത് ഹ്യൂമനെ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ GPS കോർഡിനേറ്റ്സ് നമുക്ക് ലാപ്ടോപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരുവാണ്. അപ്പം
ലാപ്ടോപ്പിൽ ഒരു ഗ്രൗണ്ട് സ്റ്റേഷൻ കൺട്രോൾ ഉണ്ട്. അതിൻ്റെ അകത്ത് ഈ ഡിറ്റക്ട് ചെയ്യുന്ന പോയിന്റിലെല്ലാം റെഡ് മാർക്സ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിട്ട് അവരെ എങ്ങനെ റെസ്ക്യൂ ചെയ്യാന്നുള്ള റെസ്ക്യൂ മിഷൻസ് പ്ലാൻ ചെയ്യാം. അതേപോലെ തന്നെ അതിനകത്തൊരു പേലോഡ് മൊഡ്യൂൾ ഉണ്ട്. സോ ബേസിക്കലി നമുക്കിപ്പോൾ അവർക്ക് മെഡിസിൻസ് എന്തെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ മെഡിസിൻസ് അതിനകത്ത് സ്റ്റോർ ചെയ്ത് ഫ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഓപ്പറേറ്ററിന് മാനുവലി അത് ഡ്രോപ്പ് ചെയ്യാനുള്ള ഇതുണ്ട്. സോ ഇതാണ് ഞങ്ങളുടെ ആ പ്രൊജക്റ്റ്. സോ ഇതിലിപ്പം എനിക്ക് ഡൗട്ടല്ല, ക്യൂരിയോസിറ്റി തോന്നിയ കാര്യം ESP32 ഇത്രയും കപ്പാസിറ്റി ഉണ്ടെന്ന് എല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയില്ല. ബട്ട് ഗിവൺ ദ സെയിം അതിലൊരു AI മോഡൽ റൺ ചെയ്യാൻ പറ്റും എന്ന പാർട്ട് മാത്രം ക്രാക്ക് ചെയ്യുന്നത് ആക്ച്വലി ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. അത് അതിൻ്റെ അകത്ത് എക്സാക്ട്ലി അതിൻ്റെ അകത്തല്ല റൺ ചെയ്യുന്നത്. അതിന്റെ വിഷ്വൽ എടുത്തിട്ട് നമ്മൾ ക്ലൗഡിലെ AI മോഡൽ റൺ ചെയ്യുന്നത്. അപ്പൊ ആ തോട്ട് പ്രോസസ് എങ്ങനെയാ ആലോചിച്ചെടുത്തത്? അത് ആക്ച്വലി ഞാൻ ആലോചിച്ചെടുത്തതല്ല. അത് ആക്ച്വലി ഓൺലൈനിൽ ഫുൾ ട്യൂട്ടോറിയൽ ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ESP32 ക്യാമിനെ നമുക്ക് CCTV ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അത് ലൈക്ക് 500 രൂപയെ നമുക്ക് ചിലവുള്ളൂ. 500 രൂപയിൽ ആരെങ്കിലും CCTV ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടോ? അതാണ് ലൈക്ക് നമ്മൾ നോക്കാത്തത് കൊണ്ടാണ്. സോ ബേസിക്കലി ഈ ESP32 ജസ്റ്റ് അതിൻ്റെ ക്യാമറ ഫീഡ് എടുത്ത് ഓൺലൈനിലേക്ക് ടെലികാസ്റ്റ് ചെയ്യും. നമ്മുടെ ഓൺലൈനിലുള്ള ക്ലൗഡാണ് ഇത് പ്രോസസ്സ് ചെയ്യുന്നത് ഇമേജ്. ഇപ്പം ആളെ ഡിറ്റക്ട് ചെയ്യുവാണെങ്കിൽ അത് തിരിച്ച് ESPക്ക് ഒരു കമാൻഡ് സെൻഡ് ചെയ്ത് അതിൻ്റെ ലൊക്കേഷൻ തിരിച്ചിങ്ങോട്ട് സെൻഡ് ചെയ്യും. അത് ഇത്തിരി ടു ആൻഡ് ഫ്രോ പ്രോസസ്സാണ്, പക്ഷേ സ്റ്റിൽ വർക്ക്സ്. എനിക്കൊന്ന് നമ്മൾ ക്വസ്റ്റ്യൻസ് ക്യൂറേറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പം എൻ്റെ പ്രിപ്പയർ ചെയ്ത ക്വസ്റ്റ്യൻസ് ഫുൾ ഹാർഡ്വെയർ ആണ്. ഞാനിവിടെ നിന്ന് ഇത് തുടങ്ങുന്നതിന് മുമ്പ് വി വർ ഹാവിങ് എ കോൺവെർസേഷൻ ആൻഡ് പ്രൊഫൈൽ കാണിച്ചപ്പോഴാണ് ഞാനത് നാസ സ്പേസ് ആപ്പ് ചാലഞ്ച് കണ്ടത്. ദാറ്റ്സ് വെൻ ഐ റിയലൈസ് ഹി ഈസ് ഇൻ ടു സോഫ്റ്റ്വെയർ ആസ് വെൽ. സോ ഒന്ന് ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ നാസ സ്പേസ് ആപ്പ് ചാലഞ്ച്. എന്താണ് ബിൽഡ് ചെയ്തത്? മേ ബി വാട്ട് ഇസ് ദ ചാലഞ്ച് ആസ് സച്ച്? ബിക്കോസ് യു മെൻഷൻ കോളേജിൽ കയറി 2 വീക്സിനുള്ളിലാണ് യു സ്റ്റാർട്ടഡ് അതിൽ. സോ എബൌട്ട് നാസ സ്പേസ് ആപ്പ് ചാലഞ്ച് എന്താണ് അതിൽ ബിൽഡ് ചെയ്തത്? നാസ സ്പേസ് ആപ്പ് ചലഞ്ച് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നാസ നടത്തുന്ന ഒരു പരിപാടിയാണ്. അവർക്കൊരു 11 പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആ പ്രോബ്ലത്തിനെ എങ്ങനെ നമ്മൾ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ വേ ഓഫ് പ്രോസസ്സാണ് അവർക്ക് അറിയേണ്ടത്. സോ അതിന് കയറിയിട്ട് ഞങ്ങൾ എടുത്തിരുന്ന ക്ലൈമാറ്റിക് ചേഞ്ച് ആ ഒരു സംഭവമാണ് എടുത്തിരുന്നത്. ആൻഡ് വി പ്രപ്പോസ്ഡ് എ ലൈക്ക് നോട്ട് കൺവെൻഷണൽ വേ ഓഫ് സോൾവിങ്. അത് ഞങ്ങൾ സ്റ്റിൽ വർക്കിംഗ് ഓൺ ഇറ്റ് ആണ്. ഞങ്ങളിങ്ങനെ ലൈക്ക് ഒരു ജേർണൽ പബ്ലിഷ് ചെയ്താലോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നൊരു ഐഡിയ ആണ്. സത്യം പറഞ്ഞാൽ അത് കോളേജിൽ വരുമ്പോൾ തന്നെ എനിക്ക് ആ ഒരു ഐഡിയ മൈൻഡിലുണ്ടായിരുന്നു. പക്ഷേ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയില്ല. ആൻഡ് 2 വീക്സ് കോളേജിൽ ഇരുന്നപ്പോഴാണ് ഇങ്ങനൊരു ഇതറിയുന്നത്. ഹാക്കത്തോൺ അന്നേ വരെ കേട്ടിട്ടില്ല. ഓക്കെ, എന്താണ് ഇതിന് കുഴപ്പമില്ല. ഒരു ഓവർനൈറ്റ് ഹാക്കത്തോണാണ്, 24 hours ആണ്, പാലയിലാണ്. സോ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ എന്തായാലും പറ്റത്തില്ല. അപ്പം ഞാൻ ചോദിച്ചു, 2-3 പേര് ഓക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഫുൾ 6 പേരെയും കിട്ടി. ഓക്കെ സെറ്റ്, പോയിട്ടേ കാര്യമുള്ളൂ. ഇതായിരുന്നു അന്നത്തെ വൈബ്. പോവാൻ നേരത്ത് ഞങ്ങൾക്ക് അത്ര പിടിയൊന്നുമില്ല. ഹാക്കത്തോൺ എന്താണെന്ന് അപ്പോഴാണ് അറിയുന്നത്. കുറേ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെങ്കിൽ ഈ ഹാക്കത്തോൺ ടൈം കേട്ടിട്ടേ ഇല്ല. അവിടെ പോയി ട്രൈ ചെയ്തു, കിട്ടുന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല, പോവാന്നുള്ളത് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് പ്രസൻറ്റേഷൻ വന്നപ്പോൾ ജഡ്ജിനെ പ്രസൻറ്റ് ചെയ്ത് കാണിച്ചു. അപ്പം തന്നെ പുള്ളി പറഞ്ഞു ഓക്കെ കൊള്ളാം, യു ഷുഡ് കോണ്ടാക്ട് മീ എന്ന് പറഞ്ഞ് കോണ്ടാക്റ്റ് തന്നു ഞങ്ങൾക്ക്. അപ്പം മനസ്സിലായി ഓക്കെ എന്തോ ചാൻസ് ഉണ്ട്. ആൻഡ് റിസൾട്ട് വന്നപ്പോൾ ഓക്കെ ഞങ്ങൾ നോമിനേറ്റഡ് ആയി, ഗ്ലോബൽ ലെവലിലേക്ക് നോമിനേറ്റഡ് ആയി. പക്ഷേ നാസ സ്പേസ് ആപ്പ് ചലഞ്ചിൽ ഒരു ഇതുണ്ട്, ലൈക്ക് നാസയുടെ ഡീറ്റെയിൽസ് യൂസ് ചെയ്യണം കൂടുതലും, എന്നാലേ നമുക്ക് അത്രയും എക്സ്പോഷർ കിട്ടുള്ളൂ അതിൻ്റെ അകത്ത്. അത് ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഇതൊക്കെ പരിപാടി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അടുത്ത ലെവലിലൊന്നും കിട്ടിയില്ല. പക്ഷേ സ്റ്റിൽ വി വെയർ ഹാപ്പി. ഞങ്ങൾ കിട്ടുമെന്ന് വിചാരിച്ച് പോയതല്ല, കിട്ടിയതെല്ലാം ബോണസ് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഇത്. സോഫ്റ്റ്വെയറിൽ വേറെ എന്തൊക്കെയാണ് സ്റ്റേർ ചെയ്തിട്ടുള്ളത്? സോഫ്റ്റ്വെയർ ഞാൻ കൂടുതലും വെബ് ഡെവലപ്മെൻറ്റ്, വെബ് ഡാഷ്ബോർഡ്സ്, പിന്നെ അങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ഇപ്പം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഹാർഡ്വെയർ റിലേറ്റഡ് ഈ വെബ് ഡാഷ്ബോർഡ്സാണ്. അതായത് ESP32 ഡാറ്റ എടുക്കുക, ലോഗ് ചെയ്യുക, അതേപോലെ തന്നെ ESP32 കൺട്രോൾ, ഇത് ഹോം ഓട്ടോമേഷൻ്റെ വെബ്സൈറ്റ്സ്, കസ്റ്റം, അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോൾ കൂടുതൽ ചെയ്യുക. എൻ്റെ സോഫ്റ്റ്വെയർ സൈഡ് ആണെങ്കിലും കൂടുതലും ഹാർഡ്വെയറിലേക്ക് ചായവുള്ളൊരു സോഫ്റ്റ്വെയർ സൈഡാണ്. വേറെ എന്തൊക്കെ കോമ്പറ്റീഷൻസിൽ ആക്ച്വലി പാർട്ടിസിപ്പേറ്റ്? എനിക്ക് തോന്നുന്നു നമ്മൾ കോമ്പീറ്റ് ചെയ്യിക്കാൻ വേണ്ടി കോമ്പറ്റീഷന് പാർട്ടിപ്പിക്കുന്ന ഇസ് നോട്ട് സംതിങ് ദാറ്റ് നമ്മൾ ഐഡിയോളജി വെച്ച് ചെയ്യിപ്പിക്കുന്നത്. ബട്ട് ഒത്തിരി പേരുടെ ഐഡിയാസ് എങ്ങനെ ഡിഫറെൻ്റ് ആവുന്നത് എന്നുള്ളതിൻ്റെ കോമ്പറ്റീഷൻ ഇറ്റ്സ് വെരി ഈസി ഫോർ അസ് ടു ബാക്കിയുള്ളവരുടെ ഐഡിയാസ് കേൾക്കാൻ പറ്റുക, അവരെങ്ങനെ ചിന്തിക്കുന്നതെന്ന് അറിയാൻ പറ്റുക. സോ ബിയോണ്ട് നാസ സ്പേസ് ആപ്പ് ചലഞ്ച് എന്തൊക്കെ കോമ്പറ്റീഷൻസിലാണ് ഹാവ് യു ടേക്കൺ പാർട്ട്? ആൻഡ് എന്താ ഫീൽ ചെയ്യുന്നത് വെൻ യു ഹിയർ ആൾക്കാരുടെ ഐഡിയാസ്? ആൻഡ് വാട്ട് യു ഫീൽ വെൻ യു വിൻ ഓർ വെൻ യു ലൂസ്?
വിൻ ആൻഡ് ലൂസിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. ഞാൻ എല്ലാവരോടുമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ കോമ്പറ്റീഷന് പോവുകയാണെങ്കിൽ അതിനകത്ത് വിൻ ആൻഡ് ലൂസിങ് ഇല്ല. നമ്മൾ കോമ്പറ്റീഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോവുക. വിൻ ചെയ്താൽ ബോണസ്, വിൻ ചെയ്തില്ലെങ്കിൽ നമുക്കൊന്നും ഒരു ഇതുമില്ല. ഇറ്റ്സ് ലൈക്ക് വിന്നിങ് ഈസ് എ ബോണസ്, കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല. പ്രോഗ്രാമിന് പങ്കെടുക്കാൻ വേണ്ടി പോവുക, അതാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടും എല്ലാവരോടും പറയുന്നത്. പോവാണ്ടിരുന്നു കഴിഞ്ഞാൽ ഫുൾ ലോസാണ്. പോയി കഴിഞ്ഞാൽ ഒരു സർട്ടിഫിക്കറ്റ് ഉറപ്പാണ്. ഇപ്പം നടക്കുന്ന കോളേജ് എല്ലാ ഇവൻറ്റിനും സർട്ടിഫിക്കറ്റ് ഒരെണ്ണം ഉറപ്പാണ്. സോ പോയി കഴിഞ്ഞാൽ എന്തായാലും KTU പോയിന്റ്സ് കിട്ടും. പിന്നെന്താ നോക്കാൻ, ജയിച്ചു കഴിഞ്ഞാൽ എക്സ്ട്രാ ബോണസ്, യു വോൺ എ ഫസ്റ്റ് പ്രൈസ് ഓർ സെക്കൻഡ് പ്രൈസ് ഓർ സംതിങ്. സോ ബേസിക്കലി അതാണ് എൻ്റെ മോട്ടിവേഷൻ. പോയില്ലെങ്കിൽ ഫുൾ ലോസാണ്, പോയാൽ ഗെയിനാണ്. അതും പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും പോണത്. പിന്നെ എന്ത് കണ്ടാലും നമ്മൾ ഹെസിറ്റേറ്റ് ചെയ്യേണ്ട, രജിസ്റ്റർ ചെയ്യാൻ നോക്കുക. ചിലപ്പോൾ അയ്യോ ആ സമയത്ത് തിരക്കായിരിക്കും, ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും പറ്റത്തില്ല. എല്ലാ സമയവും തിരക്കുണ്ടാവും, എല്ലാ സമയവും എക്സാമും എല്ലാം വരും. അതൊന്നും നോക്കാണ്ട് പോകാന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. പിന്നെ അവിടെ ചെന്ന് ഐഡിയാസ് കേൾക്കുമ്പോൾ രസമാണ്. ലൈക്ക് നമ്മൾ വിചാരിക്കാത്ത പല കാര്യങ്ങളും നമ്മൾ കേൾക്കും. ചിലപ്പോൾ അത് കേൾക്കുമ്പോഴായിരിക്കും ഓ കൊള്ളാലോ, ഇത് ഒരെണ്ണം എനിക്ക് ചെയ്താലോ, അല്ലെങ്കിൽ ഇതിൻ്റെ വേറൊരു ഐഡിയ എനിക്ക് കിട്ടും. ഓരോ പ്രോഗ്രാംസിന് അറ്റൻഡ് ചെയ്താലേ നമുക്ക് പുതിയ പുതിയ ഐഡിയാസ് വരുള്ളൂ. ബിക്കോസ് നമ്മുടെ പേഴ്സ്പെക്റ്റീവ് മാത്രമേ നമ്മൾ എപ്പോഴും കാണുന്നുള്ളൂ. പക്ഷേ ഇതേപോലത്തെ ഒരു ഇവൻറ്റിന് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു തേർഡ് പേഴ്സ്പെക്റ്റീവ് വേണം. അതേപോലെ തന്നെ ഈ ഇവൻറ്റിന് വരുന്ന ജഡ്ജസും അവരോട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് എന്തോരം കുറച്ചും കൂടെ വാലിഡ് ആണ്, അല്ലെങ്കിൽ അത് എങ്ങനെ വാലിഡ് ആക്കി മാറ്റാന്നുള്ള പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും. സോ ഐ ഗെസ് ഇവന്റിന് പോകുന്ന റിയലി വർക്ക്സ്. ഇറ്റ്സ് ലൈക്ക് റിയലി ഗുഡ് എക്സ്പീരിയൻസ്. അബൌട്ട് ദ കോമ്പറ്റീഷൻസ് ശ്രീഹരി പാർട്ടിസിപ്പേറ്റ് ചെയ്തത്? ഓക്കെ, ഞാനിപ്പോൾ കഴിഞ്ഞ 3 days കോളേജിൽ 2 ഇവന്റിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതേപോലെ തന്നെ വിശ്വജ്യോതിയിലും ഒരു ഇവന്റിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. 3ഉം പ്രൊജക്ട് എക്സ്പോ ആയിരുന്നു. ആൻഡ് സംഹൗ ഞങ്ങൾക്ക് 3നും ഫസ്റ്റ് പ്രൈസ് കിട്ടി. പിന്നെ ഓൾസോ കുസാറ്റിൽ ഞങ്ങളൊരു അണ്ടർ വാട്ടർ ഇൻസ്പെക്ഷൻ ചാലഞ്ചിന് പോയായിരുന്നു. അതിന് ഞങ്ങൾക്ക് അന്ന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയായിരുന്നു. ബിയോണ്ട് കോമ്പറ്റീഷൻ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മറ്റേ ആപ്പ് ദാറ്റ് യു ബിൽഡ് ഫോർ നാസ, അത് സ്റ്റിൽ യു ആർ വർക്കിംഗ് ഓൺ ഓർ ഗോൾഡൻ ആപ്പ് അല്ല, അത് ഇറ്റ്സ് ലൈക്ക് പ്രസന്റേഷൻ, ബട്ട് അവരുടെ ചാലഞ്ചിന്റെ പേര് അങ്ങനെയാന്നേ ഉള്ളൂ. ഗോട്ട് ഇറ്റ്. ബിയോണ്ട് ദാറ്റ്, ഇപ്പം ഗോൾഡൻ ഐ ഉണ്ടാക്കിയത് ആക്ച്വലി ഒരു റെസ്ക്യൂ പൊട്ടൻഷ്യൽ ഉള്ള ഡ്രോൺ ആണ്. അത് ഫർദർ ബിയോണ്ട് നിങ്ങളുടെ സർക്കിൾ അല്ലാതെ ആൾക്കാർക്ക് യൂസബിൾ ആക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഫർദർ അതിൽ വർക്ക് ചെയ്യുന്നുണ്ടോ, ആൾക്കാരിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട്? സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു പ്രശ്നം അതാണ്. യെസ്, ഞാനൊരു പ്രൊജക്റ്റ്, നല്ല പ്രൊജക്റ്റ് ആയിരിക്കും, പകുതി ചെയ്ത് അവിടെ ഇട്ടിട്ട് പോകും. എന്താണെന്നറിയാൻ പാടില്ല. ലൈക്ക് ചിലപ്പോൾ ഈവൻ എനിക്ക് ഭയങ്കര അംബീഷനുള്ള പ്രൊജക്റ്റ് ആയിരിക്കും, പകുതി ചെയ്ത് അവിടെ വീട്ടിൽ വെറുതെ പൊടി പിടിച്ചെടുക്കണ്ടാവും, തിരിഞ്ഞു നോക്കില്ല. എന്താണെന്നറിയില്ല. അടുത്ത ഐഡിയ വരുമ്പോൾ അതിന്റെ മേളിൽ ബിൽഡ് ചെയ്യും. അതവിടെ സ്റ്റിൽ എപ്പോഴും ഇങ്ങനെ പൊടി പിടിച്ച് കിടക്കും. സാധാരണ ബിൽഡ് ചെയ്യുന്നതൊക്കെ ഒറ്റയ്ക്കാണോ? ചില മീൻസ് എൻ്റെ ചില സാധനങ്ങൾ ഞാൻ ഒറ്റയ്ക്കാണ് ബിൽഡ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം ലൈക്ക് കോളേജിൽ വന്നപ്പോൾ കുറെ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള പീപ്പിളിനെ കിട്ടി. എസ്പെഷ്യലി കുര്യാസ്. ലൈക്ക് അവൻ വന്നപ്പോൾ അത്ര ഇതിനകത്തേക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഈ ഹാസ് എ മൈൻഡ്, അവന് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു എന്ന്. സോ അവൻ എന്നോട് വന്ന് ചോദിച്ചു, ഞാനല്ല പഠിപ്പിച്ചേ, അത് ഞാൻ എപ്പോഴും പറയുന്നു, ഞാനല്ല പഠിപ്പിച്ചേ. പക്ഷെ അവൻ എന്നോട് വന്ന് ചോദിച്ചു, ആൻഡ് നീ ഇങ്ങനെ ചെയ് എന്ന് പറഞ്ഞു. സോ ഞങ്ങൾ സ്റ്റിൽ ഇപ്പം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. അവനൊരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും പറയും, എൻ്റെ പ്രൊജക്റ്റിന് അവൻ പറയും. സോ ഇങ്ങനെയാണ് പോകുന്നത്. ആൻഡ് രസമാണ്. കോളേജിൽ വന്നു കഴിഞ്ഞിട്ട് കുറേ ഫ്രണ്ട്സിനെ കിട്ടി. ആൻഡ് അവരോട് സംസാരിച്ചുകൊണ്ട് വർക്ക് ചെയ്യാൻ നല്ല രസമാണ്. ഇപ്പം നേരത്തെ പറയുന്നതിൻ്റെ ഇടയിൽ 3D പ്രിന്റർ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞല്ലോ. 3D പ്രിന്റർ ആസ് സച്ച് ഇസ് എ ബിഗ് ഇൻവെസ്റ്റ്മെന്റ്, അറ്റ്ലീസ്റ്റ് ഫ്രം അവർ പെർസ്പെക്റ്റീവ്. അപ്പോൾ വെൻ യു സെഡ് 3D പ്രിന്റർ വീട്ടിൽ ഇതിനുവേണ്ടി മേടിച്ചു പറഞ്ഞപ്പോൾ ഇറ്റ് വാസ് വെരി സർപ്രൈസിങ് ഫോർ മീ. എന്തുകൊണ്ട് അത് വീട്ടിൽ മേടിച്ചു? വീട്ടുകാർക്ക് എന്തായിരുന്നു അതിനോടുള്ള റിയാക്ഷൻ? ആർ യു യൂസിങ് ഇറ്റ് കൺസിസ്റ്റന്റ്ലി? അതെന്തെങ്കിലും ചേഞ്ച് ചെയ്തിട്ടുണ്ടോ? ആർ യു യൂസിങ് ഇറ്റ് കണ്ടിന്യൂസ്ലി എന്ന് ചോദിച്ചാൽ 3D പ്രിന്ററിന് സംസാരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അത് വന്ന് എന്നെ തല്ലിയേനെ. ബിക്കോസ് 2 മാസമായേ ഉള്ളൂ അത് മേടിച്ചിട്ട്. ആൻഡ് ഐ ഗെസ് മോർ ദാൻ 3 kg ഫിലിമിൻ്റെ അത് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് സ്റ്റിൽ നൗ ഇപ്പോഴും അത് പ്രിന്റിങ് ആണ്. അതിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ട് എന്നെ തല്ലും. അത് കറണ്ട് പോകുമ്പോഴാണ് വെറുതെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം ഫ്രണ്ട്സിനാണെങ്കിലും ഞാൻ തന്നെ ഇപ്പോൾ 3D പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നത്. കോളേജിലുള്ളവർക്കും അത്യാവശ്യമുള്ളവർക്കൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെ 3D പ്രിന്റ് ചെയ്ത് കൊടുക്കും. അതുകൊണ്ട് അത് അവിടെ കണ്ടിന്യൂസ് വർക്കിംഗ് ആണ്. പിന്നെ ഞാനും ഈ അടങ്ങിയിരിക്കുന്ന പരിപാടിയില്ല. വീട്ടിൽ കോളേജ് വിട്ട് നിന്ന് കഴിഞ്ഞാൽ പഠിക്കലല്ല എൻ്റെ മെയിൻ, പക്ഷേ എന്തെങ്കിലും ബിൽഡിംഗ് ആണ് എൻ്റെ മെയിൻ. അപ്പം ഹാർഡ്വെയർ പ്രൊജക്ട്സ് എപ്പോഴും കാണാൻ ഭംഗിയുള്ള രീതിയിൽ വന്നെങ്കിൽ അതൊരു എൻക്ലോസ് കേസും അതൊക്കെ വേണം. അപ്പം 3D മോഡലിംഗ്, 3D പ്രിന്റിങ്, ഇതൊക്കെ തന്നെയാണ് അവിടെ നടക്കുന്നത്. വീട്ടുകാരുടെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? വീട്ടുകാരുടെ റിയാക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
അച്ഛന് 3D പ്രിൻ്റർ എന്താണെന്ന് അറിയാം, അമ്മയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കി. ആൻഡ് ഓക്കെ ആയിരുന്നു, കാരണം അവർക്കറിയാം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അപ്പം ലൈക്ക് കാർഡ്ബോർഡ് വെട്ടി ഒരുമാതിരി വൃത്തികെട്ട രീതിയിൽ സെറ്റ് ചെയ്യുന്നതിന് ഇപ്പം നോക്കുമ്പോൾ കുറച്ചും കൂടെ ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് വരുന്നതുകൊണ്ട് അവർക്കങ്ങനെ പ്രശ്നമൊന്നുമില്ല, അവർ ഹാപ്പിയാണ് ഐ ഗസ്. അത് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. പക്ഷേ എനിക്ക് ഞാൻ മേടിച്ച ബ്ലാക്ക് ഫ്രൈഡേയിലാണ്. അപ്പം ഇപ്പം 30,000 പ്രിൻ്ററിന് അന്ന് 24,000 ഉള്ളൂ. അപ്പോൾ കൺസിഡറിങ് ആ മൊമെൻറ്റിൽ മേടിച്ചാൽ അത് വർത്താണ്. അതുകൊണ്ടാണ് ഇന്ന സഡനായിരുന്നു അത്. ആക്ച്വലി ഞാൻ ഒരു ഗോഗിൾസ് മേടിക്കാൻ വെച്ചിരുന്ന പൈസ എടുത്ത് മറിച്ചാണ് ഇത് മേടിച്ചത്. പക്ഷെ അതെനിക്ക് എപ്പോഴും ആലോചിക്കുമ്പോൾ സ്റ്റിൽ അതൊരു ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. എനിക്ക് നമ്മൾ കഴിഞ്ഞ ക്യാമ്പസ് ഓഫ് ദ മന്തിൻ്റെ പോഡ്കാസ്റ്റിന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പം യു മെൻഷൻ കി കോളേജിൽ നിന്ന് വന്നാലും ബിൽഡാണ് ആക്ച്വലി ചെയ്യുന്നത്. എങ്ങനെയാണ് സ്റ്റഡീസ് ചെയ്ത് മാനേജ് ചെയ്യുന്നത്? ശ്രീഹരി ഇത് കഴിഞ്ഞിട്ട് തന്നെ അടിക്കും. സ്റ്റഡീസ് ഓക്കെ, അച്ഛനോട് അമ്മയോടും ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം ഞാൻ അങ്ങനെ പഠിക്കാറില്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചില സാധനങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് കട്ട് ചെയ്യാറില്ല അധികം. കട്ട് ചെയ്യാറുണ്ട്, ഇല്ലെന്നല്ല, ഒട്ടും ഇല്ലെന്നല്ല. എന്നാലും അത്യാവശ്യം ഞാൻ ക്ലാസ് കട്ട് ചെയ്യാണ്ട് ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ മര്യാദയ്ക്ക് ഇരിക്കാറുണ്ട്. അപ്പം ടീച്ചേഴ്സ് പറയുന്ന അത്യാവശ്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയോ മൈൻഡിൽ കിട്ടും. പിന്നെ പരീക്ഷയുടെ തലേദിവസം ബുക്ക് മറിച്ച് വെക്കും. അതാണ് സത്യം പറഞ്ഞാൽ. കുഴപ്പമില്ലാണ്ട് സപ്ലി ഒന്നും ഇല്ലാണ്ട് തൽക്കാലം ഇതുവരെ പോയിട്ടുണ്ട്. അത്യാവശ്യം മാർക്കും ഉണ്ട്, അതുകൊണ്ട് പ്രശ്നമില്ല. വാട്ട് ആർ യു ലുക്കിംഗ് ഫോർവേഡ് ടു ബിൽഡ്? ഞങ്ങൾ ഒരു പേറ്റന്റ് കൊടുത്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ഞങ്ങൾ നാസ സ്പേസ് ആപ്പ് ചലഞ്ചിൽ പറഞ്ഞ ആ സാധനം തന്നെ പേറ്റന്റ് ചെയ്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു റോബോട്ടിക് ആം കൈൻഡ് ഓഫ് അത് പകുതി എത്തിന് അതിനെ പ്രോഗ്രാമിംഗ് കൂടെ ബാക്കിയുള്ളൂ. പിന്നെ മൈൻഡിൽ വരുന്ന എന്തും ബിൽഡ് ചെയ്യാൻ റെഡിയാണ്, നമുക്ക് ടൈം ഉണ്ടല്ലോ. ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ഹൗ ഡു ദേ റിയാക്ട് ആൻഡ് ഹൗ ഡു ദേ സപ്പോർട്ട്? പറയുന്നതിൽ നിന്ന് വെരി എവിഡന്റ് ആണ് സപ്പോർട്ടീവ് ആണ് എന്നുള്ളത്. ബട്ട് ഗിവൻ ദ സെയിം, അച്ഛനും അമ്മയും അത്യാവശ്യം നല്ല സപ്പോർട്ടീവ് ആണ്. എസ്പെഷ്യലി അച്ഛൻ ആദ്യമേ ആ സപ്പോർട്ട് ഇട്ടുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ആയത്. സോ ബേസിക്കലി നല്ല രസമാണ്. ആൻഡ് ഓൾസോ ഫ്രണ്ട്സ് കോളേജ് വന്നതിന് ശേഷം ഇറ്റ്സ് ലൈക്ക് ഐ തിങ്ക് മെച്ചുവർ ഫ്രണ്ട്ഷിപ്പിൻ്റെ ആയിരിക്കും. പക്ഷേ കോളേജ് വന്ന ശേഷം ഫ്രണ്ട്ഷിപ്പ് നല്ല രസമുണ്ട്. എസ്പെഷ്യലി പറയുവാണെങ്കിൽ, എസ്പെഷ്യലി അങ്ങനെ ആരും എടുത്ത് പറയാൻ പറ്റില്ല, എന്നാലും കുറച്ച് ഫ്രണ്ട്സിന് ശ്രീലക്ഷ്മി, എവ്ലിൻ, കുര്യാസ്, അതേപോലെ തന്നെ കാളി, അലൻ കേസ്, എല്ലാവരും ലൈക്ക് ഫൺ, വെരി ഫൺ. ഒരു കാര്യം പറയുകയാണെങ്കിൽ ശ്രീലക്ഷ്മിയും ഞാനും ഭയങ്കര ഒരേ മൈൻഡ് സെറ്റാണ്. ചിലപ്പോൾ കണ്ടാലും ഏകദേശം ഒരേപോലെയാണ്. ചിലവർ ചോദിച്ചിട്ടുണ്ട് ഞങ്ങളെന്താ സിസ്റ്റേഴ്സ് ബ്രദേഴ്സ് അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അവളും ഞാനും എങ്ങനെയാണെന്നറിയില്ല ഒരേ മൈൻഡ് സെറ്റാണ്. ഞാനൊരു കാര്യം ബിൽഡ് ചെയ്യണ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ യെസ് യു ഷുഡ് ബിൽഡ് ഇറ്റ് എന്ന് പറയും. അപ്പം ലൈക്ക് അത്രയും മോട്ടിവേഷൻ തരുന്ന ഫ്രണ്ട്സ് ഉള്ള കാരണം ഭയങ്കര രസമാണ് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ. അവർ ചില ഐഡിയ അച്ഛനോടും അമ്മയോടും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. ഞാൻ പറയുന്ന പകുതി കാര്യം മനസ്സിലാവുന്നില്ലെങ്കിലും അവർ കേൾക്കും. പക്ഷെ ഇവരോട് പറയുമ്പോൾ ഇവർക്ക് കുറച്ചും കൂടെ മനസ്സിലാവുന്ന കാരണം എനിക്ക് എങ്ങനെ ഐട്രേഷൻസ് വരുത്താം, എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യാം. ഇപ്പം സത്യം പറഞ്ഞാൽ എൻ്റെ മൈൻഡിലൊരു ഐഡിയ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫോൺ എടുക്കും, ശ്രീലക്ഷ്മിനെ വിളിക്കും, ഐഡിയ പറയും, കൊള്ളാം ബട്ട് ഇന്ന ഇമ്പ്രൂവ്മെൻറ്റ് വേണം, ഓക്കെ ഞാൻ അത് കൺസിഡർ ചെയ്യാം. ഇതാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ഡിസൈനിങ് സ്ട്രാറ്റജി. സ്പോണ്ടേനിയസ് ആയിരിക്കും. ഒരു ഐഡിയ വന്നു കഴിഞ്ഞാൽ അപ്പോൾ അവളെ വിളിക്കും, ഐട്രേറ്റ് ചെയ്യും ആൻഡ് സ്റ്റാർട്ട് വർക്കിംഗ്. അതേപോലെ തന്നെ കുര്യാസിനെയും ഇതേപോലെ തന്നെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ വിളിക്കും. എല്ലാവരെയും ഫ്രണ്ട്സാണ് സത്യം പറഞ്ഞാൽ സപ്പോർട്ട്. ഇപ്പം ഇവിടെ വന്നെങ്കിൽ പോലും ഡ്രസ്സ് എടുക്കണമെങ്കിൽ പോലും അല്ലെങ്കിൽ ഏസിനെയും എവിലിനെയൊക്കെ വിളിച്ച് ചോദിച്ച് ഈ ഡ്രസ്സ് മതിയോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഫോർ സമ്മൺ ഹു വോണ്ട്സ് ടു ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്മൾ ഓൾറെഡി ഹാർഡ്വെയറിൻ്റെ കാര്യം പറഞ്ഞു, ബട്ട് ഇറസ്പെക്റ്റീവ് ഓഫ് വിച്ച് ഒരാൾക്ക് ബിൽഡ് ചെയ്ത് തുടങ്ങണം എന്നുള്ള കേസിൽ വാട്ട് ഈസ് യുവർ അഡ്വൈസ് ടു ദം? ഒരു മെസ്സേജ്. ഓക്കെ, എൻ്റെ മെസ്സേജ് എന്ന് പറയുവാണെങ്കിൽ ഡോണ്ട് ഹെസിറ്റേറ്റ് എന്നുള്ളതാണ്. അതായത് എല്ലാ പ്രാവശ്യവും പ്രശ്നം നിങ്ങൾ മടിച്ചു നിൽക്കുന്നതുകൊണ്ടാണ്. ഇഫ് യു സ്റ്റാർട്ട് ഡൂയിങ് സംതിങ് നിങ്ങൾക്കത് ചെയ്തു പോകാം. അതിപ്പോൾ സോഫ്റ്റ്വെയർ എന്നില്ല, ഹാർഡ്വെയർ എന്നില്ല, എന്താണെങ്കിലും നിങ്ങൾ ചെയ്ത് തുടങ്ങുവാണെങ്കിൽ യു ക്യാൻ ബിൽഡ്. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വന്നത് ഷിറ്റി ഫസ്റ്റ് ഡ്രാഫ്റ്റാണ്. ദാറ്റ്സ് എക്സാക്ട്ലി റൈറ്റ്. നമ്മൾ ആ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആരെങ്കിലും ആ ഇവൻ്റ് അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഇനി വരും ഉറപ്പായിട്ട് അറ്റൻഡ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നു. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ ഫസ്റ്റ് ഡ്രാഫ്റ്റാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ യു ആർ ഓൺ ദ ട്രാക്ക്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ യു ആർ ഓൺ ദ ട്രാക്ക്. നിങ്ങൾ ഓട്ടോമാറ്റിക്കലി തന്നെ ചെയ്തോളും. ഹാർഡ്വെയർ ആണെങ്കിലും സോഫ്റ്റ്വെയർ ആണെങ്കിലും ട്രൈ ടു ഡൂ ദാറ്റ്. ചിലപ്പോൾ ഒരു മന്തി കഴിക്കണത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു ESP മേടിക്കായിരിക്കും. പ്രോബ്ലി നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ വെച്ചിട്ട് എല്ലാവരും
കണ്ടിന്യൂസ് മന്തി മേടിച്ച് കഴിക്കുന്നവരുണ്ട്. സോ ഒരു ദിവസത്തെ മന്തി ഒഴിവാക്കി കഴിഞ്ഞാൽ അവർക്കൊരു ESP32 മേടിക്കാം. വേറെ ആൾക്കാരുടെ മൈൻഡ് സെറ്റ് അല്ലെങ്കിലും എൻ്റെ മൈൻഡ് സെറ്റ് അങ്ങനെയുണ്ട്. സോ അങ്ങനെ നോക്കുവാണെങ്കിൽ പ്രോബ്ലി anyone can start with hardware. But that was Srihari, who was the Maker of the Month. Until we come back with the next episode for the Maker of the Month series, this is me signing out. Bye.